എന്റെ പേര് പാപ്പല്ലു. ആരെന്റെ വണ്ടി കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. എങ്ങോട്ടാ പോകേണ്ടത്? സൺസിറ്റി സ്കൂൾ. ഞാൻ നിങ്ങൾ കഴിക്കട്ടെ. പപ്പല്ലുവിന്റെ വണ്ടിയിൽ കസ്റ്റമർ വന്ന് കയറുന്നത് അവരുടെ ഇഷ്ടത്തിനാ, പക്ഷെ തിരിച്ചിറങ്ങുന്നത് എന്റെ ഇഷ്ടത്തിനായിരിക്കും. എന്താ പറഞ്ഞു വരുന്നത്? മീറ്റർ ഡൗൺ ആവുമ്പം എല്ലാം മനസ്സിലാവും. എന്റെ ദൈവമേ, എന്താ ഇതൊക്കെ? ഇത് ടെലിപോർട്ട് റേസ് ആണ്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ നീ ടെലിപോർട്ടായി മാറും. എന്ന് വെച്ചാൽ നീ അങ്ങ് അപ്രത്യക്ഷമാകും. എന്റെ ഗോഡൌണിൽ ചെന്നെത്തും. എന്റെ പേര് പപ്പല്ലു. ആരെങ്കിലും എന്റെ വണ്ടിയിൽ കയറി ഇരുന്നാൽ അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. ഇതുപോലെ സൺ സിറ്റിയിലെ എല്ലാ കുട്ടികളെയും ഞാൻ ടെലിപോർട്ട് ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാൻ പോയാണ്. എന്നിട്ട് മേയറിനോട് ഞാൻ വലിയൊരു റാൻസം ചോദിക്കും. സ്കൂളിലേക്ക് പോയ സമയമായി. ഇത്ര നേരമായിട്ടും ഡോഡോ എന്താ വരാത്തത്? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡോഡോ എന്ന് ലേറ്റ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഹലോ ബഡ്ഡി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു ബഡ്ഡി സ്പീഡോ. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കണോ അതോ പൊളിച്ചെടുക്കണോ? പറയൂ, വേഗം പറയൂ. നോക്കൂ സൂപ്പർ സ്പീഡോ, ആ ദിക്കിൽ എന്തോ അപകടമുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ കീക്കോ, നമുക്ക് എന്താണ് അപകടമെന്ന് നോക്കാം. എന്റെ ദൈവമേ, അവൻ എത്തിയല്ലോ. ആര്? കീക്കോയും സൂപ്പർ സ്പീഡോയും. ഓ, ഞാൻ അവരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അവൻ കീക്കോയാണെങ്കിൽ ഞാൻ പപ്പല്ലു ആണ്. കീക്കോയുടെ കൈവശം സൂപ്പർ സ്പീഡോ ഉണ്ടെങ്കിൽ എന്റെ കൈവശം സൂപ്പർ ഓട്ടോ ഉണ്ട്. എന്താ കാണണോ? ഓ, ഈ സൂപ്പർ ഓട്ടോ സൂപ്പർ സ്പീഡോയെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. കീക്കോ, എന്താണ് അവനെ ചെയ്യേണ്ടത്? വേഗം പറ. സൂപ്പർ സ്പീഡോ, ആദ്യം അവനെ ഫോളോ ചെയ്യ്. വൗ, ഈ ഓട്ടോ സൂപ്പർ ഓട്ടോയാണല്ലോ. എന്റെ ദൈവമേ, ഞാൻ ടെലിപ്പോർട്ടായി എവിടാ വന്ന് എത്തിയിരിക്കുന്നത്? വേഗം, അതിവേഗം R7 സിങ്ക് ആവട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങൾ എന്ത് തരം തെറ്റാ ചെയ്യുന്നത്?
എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടുന്നത്? എന്റെ പേര് പപ്പല്ലു. ആരെന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാൻ പറക്കും. ഞാൻ എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ നിന്റെ കൂടെ റേസ് കളിക്കായിരുന്നു. ഞാൻ സൂപ്പർ സ്പീഡോയുടെ ഫാനാണ്. ഇൻസ്പയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ ഓട്ടോ റെഡിയാക്കിയത്. ഇതിന്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഗുരു തന്നെയാണ്. സെഷൻ തന്നെ. സൂപ്പർ സ്പീഡോ എന്നും സൂപ്പർ സ്പീഡോ തന്നെ. അതുപോലെ എന്റെ സൂപ്പർ ഓട്ടോ തന്നെയാണ്. എന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ അകത്ത് കയറിയിരുന്നു ഒന്ന് ചെക്ക്. എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്? പെട്ടെന്ന് R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഡോഡോയെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്നോ? അതെ അങ്കിൾ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡോഡോ ഇപ്പോ കാണാതെ പോയിരിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി അതിനെന്താ നമ്പർ 420? കാരണം പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഷർട്ട് അത് വെറും ഡമ്മി പീസ് ആണ്. ഡോളി ബോസും എസ്കേപ്പ് ആയിരിക്കുന്നു. കിഡ്നാപ്പറായാലും കൊള്ളക്കാരനായാലും ഏത് പാതാളത്തിൽ ചെന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. കേസ് ഞാൻ ക്ലോസ് ചെയ്യും ഫടാഫട്ട്. അതാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. കലക്കി ജട്ട്പട്ട് സാർ, എന്തൊരു ഡയലോഗാ പറഞ്ഞത്? ഞാൻ ഈ പാഡിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഒരു വേർഡ് പോലും മിസ് ചെയ്ത് നല്ലോണം നോട്ട് ചെയ്തു. ഏതുവനായാലും അവനെ വിടുന്ന പ്രശ്നമില്ല. ഒറ്റൊരുത്തനും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ജട്ട്പട്ട് സാർ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡോഡോ മാത്രമല്ല സൺ സിറ്റിയിലെ പല കുട്ടികളും കാണാതായിരിക്കുന്നു. കുട്ടികളെ ഇങ്ങനെ ആരാണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഒരു പ്രാവശ്യം മനസ്സിലായാൽ മതി. പിന്നെ അവനെ ഞാൻ ഈ ലോകത്ത് നിന്നെ പുറത്താക്കും. കാര്യമായിട്ടാണോ? ഒരു ദിവസം ഡൈനോസർ എന്നോട് കയറി കളിച്ചു. ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. ഒറ്റത്തട്ടിന് അവനെ സ്റ്റിംഗ് ടാക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി വന്നെ കടിക്കട്ടെ. അമ്മേ, പക്ഷി വന്ന് കടിച്ചിട്ട് പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ മേയർ സാർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതിനെല്ലാം കാരണം മിസ്റ്റർ പപ്ലു ആണെന്ന് തോന്നുന്നു. എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. റോൾ നമ്പർ 420, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാനിപ്പോ തരുന്ന സാധനം ഉണ്ടല്ലോ, അത് ട്രാക്കിംഗ് ഡിവൈസ് ആണ്. ഇതും വെച്ചോണ്ട് വേണം നിങ്ങൾ പബ്ലുവിന്റെ വണ്ടിയിൽ കയറാൻ. മനസ്സിലായല്ലോ? പിന്നെ അവൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോയാലും ശരി, നിങ്ങൾക്ക് ആ ഏരിയയുടെ കോർഡിനേറ്റ് തീർച്ചയായും കിട്ടും. പിന്നെ ഞാനും സൂപ്പർ സ്പീഡോയും അവിടെ എത്തും. നിങ്ങളെയും മറ്റുള്ള കുട്ടികളെയും രക്ഷിക്കും. ഓക്കെ? പറ്റില്ല, എനിക്ക് ആകെ പേടി തോന്നുന്നു. അതെ എനിക്കും പേടിയാ. കീക്കോ, അയാളുടെ വണ്ടി നിനക്ക് പോക്കൂടെ? തീർച്ചയായിട്ടും പോകാം. പക്ഷേ മിസ്റ്റർ പബ്ലു എന്നെ നേരത്തെ കണ്ടുപോയി. എന്നെ കണ്ടാൽ അയാൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റൈറ്റ്. അവനിതാ വരുന്നു. നിങ്ങൾ റെഡിയല്ലേ? അല്ല, റോൾ നമ്പർ 421 വേർഡിൽ പറഞ്ഞാൽ പേടി തൊണ്ടന്മാരാ. പക്ഷെ ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. നമ്മുടെ ഫ്രണ്ട്സിനെയും മറ്റുള്ള കുട്ടികളെയും കണ്ടെത്താൻ ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ പപ്പലുവിന്റെ ഓട്ടോയിൽ കയറിയിരിക്കും. ഓട്ടോ. എന്റെ പേര് പപ്പല്ലു. ആരെന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? 2 വേർഡ്സിൽ പറഞ്ഞാൽ സൺ സിറ്റി സ്കൂൾ. ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനാണ് പപ്പലുവിന്റെ വണ്ടി കയറിയിരിക്കുന്നത്. പക്ഷെ പുറത്തു പോകുന്നത് എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. എന്താ പറഞ്ഞത്? മീറ്റർ ഡൗൺ ആവുമ്പോ എല്ലാം മനസ്സിലാകും. എനിക്ക് എന്താ പറ്റിയത്? ഇത് ടെലിപോർട്ട് റേസ് ആണ്. ഇപ്രാവശ്യം അഡ്വാൻസ്ഡ് റേസ് ആണ്. 30 സെക്കൻഡിൽ നീ ടെലിപോർട്ട് ആകാൻ പോവുകയാണ്. അതായത് അപ്രത്യക്ഷമാകും. നീ എന്റെ ഗുഡൌണിൽ ചെന്നെത്തും. എന്റെ പേര് പപ്പല്ലു. ആരെങ്കിലും എന്റെ വണ്ടിയിൽ കയറിയിരുന്ന ഞാൻ അവരെയും കൊണ്ട് പറക്കും. ഓ, അപ്പം മിസ്റ്റർ പബ്ലു തന്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നവരെ ടെലിപോർട്ട് ചെയ്ത് അപ്രത്യക്ഷമാക്കുകയാണോ? അതുകൊണ്ടാണ് എനിക്കിന്ന് ഡോഡോയെ കാണാനേ പറ്റിയില്ല. ചാടി കയറിയപ്പോ എനിക്ക് മിസ്റ്റർ പബ്ലുവിനെ അറ്റാക്ക് ചെയ്യാനും പറ്റിയില്ല. ആ കുട്ടികളൊക്കെ ഇപ്പൊ എവിടെയുള്ളെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. ഒരു പ്രാവശ്യം ഡോഡോ, ടോണി പിന്നെ കുട്ടികളുള്ള സ്ഥലം അറിഞ്ഞാൽ പിന്നെ പബ്ലു ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകിയിരിക്കും.
വേഗം അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. ഹായ് സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ട്വിങ്കിളിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. അത് വെച്ച് കുട്ടികളുടെ ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്യണം. ഓൾറൈറ്റ് കീക്കോ, ആദ്യം കുട്ടികളുടെ ലൊക്കേഷൻ കണ്ടെത്താം. പപ്ലുവിന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. നീ പേടിക്കണ്ട ടോണി, കീക്കോ ഉള്ളപ്പോ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഇതൊരൽപ്പം കഴിക്ക്. ട്വിങ്കിൾ, നീയോ? അതെ, നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കാൻ കീക്കോ ആണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് എന്നെ അയച്ചത്. ഇത് കണ്ടോ, ട്രാക്കേഴ്സ്. ഇതിന്റെ സഹായത്തോടെ കീക്കോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. കീക്കോ നമ്മളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാണോ? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ ആ ലൊക്കേഷൻ കണ്ടെത്തി. വരൂ ബഡി, ചെന്ന് നമുക്ക് റൈറ്റിനെ രക്ഷിക്കാം, എന്നിട്ട് മിസ്റ്റർ റോങ്ങിനെ ശിക്ഷിക്കാം. Yo, don't let him go. 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 Now that his formula set, Super Auto's now a jet. I'm sure that something's wrong. This is not where you belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. Let's go. നമ്മുടെ ഈ ലൊക്കേഷൻ കീക്കോ കണ്ടെത്തി കഴിഞ്ഞു തോന്നുന്നു. അവൻ അടുത്തെത്തി കഴിഞ്ഞു തോന്നുന്നു. ഇതുകൊണ്ടൊരു പക്ഷേ കീക്കോ ലൊക്കേഷൻ കണ്ടെത്തിയെന്നിരിക്കും. ഈ സ്ഥലത്ത് അവൻ ഒരിക്കലും എത്താൻ പറ്റില്ല, കാരണം ഇവിടെ എത്തിച്ചേരാനുള്ള വഴി ഏതാണ്ട് ഒരു വീഡിയോ ഗെയിം പോലെയാണ്. അപകടങ്ങൾ നിറഞ്ഞതാണ്. എന്താ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? You belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. Let's go. Yo, don't let him 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 go. സൂക്ഷിച്ചു സൂപ്പർ സ്പീഡോ. ആ സൂപ്പർ ഓട്ടോ എങ്ങോട്ടാ പോയത്? നമ്മുടെ കൂടെ ഗൊറില്ല ബാർ കളിക്കുകയാണ്, അതായത് അറ്റാക്ക് ആൻഡ് ഹൈഡ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 145 അപ്ലൈ ചെയ്യ്. ഓക്കേ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 145.
അപ്പൊ നീ ആ ചെറിയ ഓട്ടോയിൽ നിന്നും രക്ഷപ്പെട്ട് കാണാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ജയന്റ് ഓട്ടോയിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? ഓസം ജോബ് സൂപ്പർ സ്പീഡോ. താങ്ക് യു കിക്കോ. ഈ അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വരുന്ന കാര്യം മിസ്റ്റർ പബ്ലുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. Yo, don't let him go. 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 Now that his formula set, super autos now with ഒരു അല്പസമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരുള്ള സ്ഥലത്ത് ചെന്നെത്താം. you belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്. ഓക്കേ ബഡി. ഇതെല്ലാം ജയന്റ് ഓട്ടോസ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 1 2 3 യൂസ് ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 1 2 3. കീക്കോയും സൂപ്പർ സ്പീഡോയും എല്ലാ ഹേർഡിൽസും ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ മിസ്റ്റർ പപ്ലു അങ്കിൾ ജയിലിലായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് മിസ്റ്റർ പബ്ലുവിന്റെ കാര്യം പബ്ലു ഇവിടെ ഉള്ളപ്പോ കീക്കോക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇതാണ് ജയന്റ് ടെലിപോർട്ട് മീറ്റർ. ഇതിന്റെ റേസ് നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ദൂരത്തിലുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്നെത്തും. എന്റെ ദൈവമേ, എനിക്ക് പേടി തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എന്റെ പേര് പപ്പല്ലു. ഏതെങ്കിലും പേര് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെയും കൊണ്ട് അങ്ങ് പറക്കും. എങ്ങോട്ടാ ഇപ്പൊ പോകേണ്ടത്? മിസ്റ്റർ പബ്ലു, എന്നെ വിട്ടേക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ എന്നെയും ചേർത്തോളൂ. കാരണം ഞാൻ ചെറിയവനാണ്, കൊച്ചുകുട്ടിയെ പോലെയാണ്, ക്യൂട്ട് ബേബിയെ പോലെ. എന്റെ പേര് ടോണി. മീറ്റർ ഡൗൺ ആയതും നിങ്ങൾ എല്ലാവരെയും എങ്ങോട്ടാ പോകുന്നറിയോ? വളരെ ദൂരത്തുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്നെത്തും. വേഗം ബഡി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 3 2 4 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് കിക്കോ, ഫോർമുല നമ്പർ 3 2 4 ആക്ടിവേറ്റ് ചെയ്തേക്കാം. പിന്നെ പപ്ലുവിന്റെ കാര്യം പോക്കാണ്. എന്റെ പേര് പപ്ലു. ആര് വന്ന് എന്റെ വണ്ടിയിൽ കയറി ഇരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. നീ എന്റെ വണ്ടി മൊത്തം നശിപ്പിച്ച് തരിപ്പണമാക്കി അല്ല കേക്കോ. ഇപ്പൊ നോക്കിക്കോ, നിന്റെ ഈ മിഷൻ ഞാൻ എങ്ങനെയാണ് തോൽപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഈ കുട്ടികളെല്ലാം ഇവിടെ നിന്നും വളരെ ദൂരത്തിലുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്ന് എത്തുന്നതായിരിക്കും.
എന്നെ അങ്ങ് വിട്ടേക്ക്. ഈ ടെലിപോർട്ട് റേസ് എന്നെ ഏതെങ്കിലും വിദൂരത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യോ. ആര് വന്ന് എന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാനങ്ങ് പറക്കോ. ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകൂ. ഈക്കോ പറഞ്ഞതുപോലെ ഇപ്പൊ ബബ്ലു ശരിക്കും കുടുങ്ങിപ്പോയി. ഹലോ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ പോയ കളിക്ക്. വേണ്ട അങ്കിൾ, ഇത് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ആണ്. ഇത് ക്യാരി ചെയ്യേണ്ടത് ഞങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. ശരിയാ കേക്കോ, ഇതൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾക്ക് നല്ല രസം തോന്നുന്നു. കളിക്കുമ്പോഴുള്ള അതേ എക്സൈറ്റ്മെന്റ്. ഈ ജോലിയൊക്കെ ചെയ്യുമ്പോ നല്ല രസമുണ്ടല്ലേ? ജോലിയല്ല ഡുഡു, ഓൺ ബോർഡിൽ പറയണമെങ്കിൽ വോളണ്ടിയറിംഗ്. അത് പിന്നെ ജോലി എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? ബോസ്, നിങ്ങൾ എന്താ ഇവിടെ പോത്തിനെ പോലെ ചാരിയിരിക്കുന്നേ? അവിടെ എല്ലാരും ബാസ്കറ്റ്ബോൾ കോർട്ട് റെഡിയാക്കാൻ വേണ്ടി വോളണ്ടിയറിംഗ് ചെയ്തോണ്ടിരിക്കുക. ടോണി ജോലി ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. കോർട്ട് റെഡിയാകട്ടെ, പിന്നെ അവിടെ ചെന്ന് എല്ലാവരെയും പുറത്താക്കിയിട്ട് ടോണി തനിയെ കളിക്കും. സമ്മതിച്ചു തന്നിരിക്കുന്നു ടോണി ബോസ്. ലോകത്തിലെ ഏറ്റവും വലിയ മടിയൻ നിങ്ങൾ തന്നെയാണ് ബോസ്. എന്താടാ, എന്നെ കളിയാക്കുന്നോ? നീ എന്നെ മടിയനെന്ന് വിളിച്ചോ അല്ലേ? അല്ല ടോണി ബോസ്, ഇവൻ നിങ്ങളെ നമ്പർ 1 എന്നാ പറഞ്ഞത്. നമ്പർ 1ഓ? അത് ഞാൻ തന്നെയാണ്. അവിടെ എല്ലാരും ജോലി ചെയ്തോണ്ടിരിക്കുന്നു. നീ ഇവിടെ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? നീ ഇപ്പൊ ഫീൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? വൺ വേർഡിൽ പറയണമെങ്കിൽ ashamed. മടിയൻ മല ചുമക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ടോണി ബോസും അത് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നേ. ഒറ്റ തട്ടിന് അവന്മാരെ ബാസ്കറ്റിൽ ഇരുത്തിയത് കണ്ടില്ലേ? അപ്പോ ടോണിയോട് കയറി കളിച്ചാൽ എന്താ ഉണ്ടാവുക? പ്ലേ ഗ്രൗണ്ട് ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. വേഗം പൊയ്ക്കോ. എന്റെ ദൈവമേ, എന്താണത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പെട്ടെന്ന് ആരോ അകത്ത് വന്ന് ബാസ്കറ്റ്ബോൾ പോസ്റ്റ് തട്ടിയിട്ടിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്തു. എന്തിനായിരിക്കും? ഇതുവരെ മിസ്റ്റീരിയർ ക്രിയേച്ചർ ഏതാണോ എന്താണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് കണ്ട ജനങ്ങളോട് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് സംസാരിച്ചു. അതിന് വലിയ വലിയ കണ്ണുകളുണ്ടായിരുന്നു. അത് ശരിക്കും മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. വൺ വേർഡിൽ പറയണമെങ്കിൽ ഗ്ലിസണിംഗ്. അവൻ വളരെ വളരെ വലുതായിരുന്നു. വലുതെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത് ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. അവൻ ചുവരടിച്ച് മറ്റുള്ളവരുടെ കൊല്ലനായി വന്നതാ. അപ്പോഴാ ഞാൻ അവരുടെ അടുത്ത് വന്ന് നിന്നത്. പെട്ടെന്ന് അവൻ എന്നെ കണ്ടപ്പോ പേടിച്ച് ഓടിപ്പോയി കളഞ്ഞു. സൺ സിറ്റിയുടെ മേയർ ഡിറ്റക്റ്റീവ് ജെറ്റ്ബർഡ് പിന്നെ കിക്കോയുടെ കൂടെ ചേർന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തത് ആരായാലും അവൻ എവിടെ പോയി മുങ്ങിയാലും ഞാൻ അവനെ പൊക്കും. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. സാർ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സൺസിറ്റിൽ ഏതോ ഒരു ഡൈനോസോർ വന്നതുപോലെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് അവന്റെ കാലിന്റെ അടയാളമാണ്. പക്ഷേ ചട്പട്ട് അങ്കിൾ, അതിന് വലിയ വലിയ കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ചട്പട്ട് ഇവിടെ ഉള്ളപ്പോൾ ഡൈനോസർ ഡാൻസ് കളിക്കാൻ പറ്റില്ല. ഗോഡ്സില്ല പാട്ട് പാടാനും പറ്റില്ല.
ഇപ്പൊ തന്നെ ചെന്ന് ഡൈനോസറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ട് ഈ ചട്പട്ട് തിരിച്ചു വരും. ഫടാഫട്ട് വരൂ ജൂനിയർ. കീക്കോ, എങ്ങനെയാണ് ഇതുപോലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ സൺസിറ്റിയുടെ നില എന്താവും? നമ്മളിപ്പോ അലേർട്ട് ആയിരിക്കണം, അതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല മേയർ സർ. ഇപ്പൊ നമ്മൾ ഉടനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവൻ ആരാണ്, അവന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തണം. আমার মাথায় কি প্রবল শক্তি! തന്നെ സൺസിറ്റിയിൽ ഒരു കളിയും നടക്കില്ല. ആരെങ്കിലും നടുക്ക് വന്നാൽ അവരുടെ കാര്യം പോക്കാണ്. എതിരിൽ വരുന്ന എല്ലാവരെയും ഞാൻ തട്ടിത്തെറിപ്പിച്ച് തരിപ്പണമാക്കും. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ കണ്ണിൽ ഉണ്ണികളെ, പ്ലേ ഗ്രൗണ്ട് ശരിയാക്കുന്നതുവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കളിച്ചോളൂ. അല്ല മേയർ അങ്കിൾ, ഞങ്ങളും കൂടി ചേർന്ന് പ്ലേ ഗ്രൗണ്ട് ശരിയാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നാ വിചാരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റൈറ്റ്, സെൻസിറ്റീവിലെ കുട്ടികൾ 2 വേർഡ്സിൽ ചെയ്യുന്നതായിരിക്കും. ബൗൺസ് ബാക്ക്. സൺസിറ്റിയിൽ ഒരു കളിയും നടക്കില്ല. ആരെങ്കിലും എതിർത്താൽ അവനെ തട്ടി തരിപ്പണമാക്കും ഞാൻ. മാറി നിക്കടാ, ഇതാ വരുന്നു ബുൾമാൻ ചുൾമൻ. മോനെ, ഈ ബോള് കണ്ണിൽ കണ്ടതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഈ സ്റ്റേഡിയം തലകീഴെ മാറ്റുമെന്ന് തോന്നുന്നു. ഇതിനെ എങ്ങനെ നമ്മൾ തടഞ്ഞു നിർത്തും? ഈ ബുള്ളിനെ കണ്ടിട്ട് ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ ഞാനും സൂപ്പർ സ്പീഡോയും ഫുൾ പവർ യൂസ് ചെയ്യേണ്ടി വരും. പോലും നശിപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു വിധം മുഖം കഴുകിയതുപോലെയായി. എന്റെ ടെൻഷൻ കാരണം ഞാൻ ആകെ ഒന്ന് വേർത്തുപോയി. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ മെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ, എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ബുൾമാൻ തന്റെ കൊമ്പുകൾ കൊണ്ട് സ്റ്റേഡിയം നശിപ്പിക്കുകയാണ്. നമുക്ക് അവനെ തടഞ്ഞു നിർത്തണം. ഓക്കേ കീക്കോ, സൺസിറ്റി കുട്ടികളുടെ പ്രിയപ്പെട്ട ഗ്രൗണ്ട് നശിപ്പിക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ല. സൂപ്പർ
ഫോർമുല നമ്പർ 267 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 267. കണ്ടോ ബുൾമാൻ ചൾബുൾ. സൂപ്പർ സ്പീഡോ, ബുൾമാൻ നമ്മളെ ഇടിച്ച് തകർക്കാൻ വന്നോണ്ടിരിക്കുകയാണ്. വേഗം ഫോർമുല നമ്പർ 432 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 432. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ എതിർത്താൽ അവന്റെ കാര്യം പോക്കാണെന്ന്. കീക്കോ, ബഡി, അവൻ എന്നെ തട്ടി തരിപ്പണമാക്കുമെന്നാ തോന്നുന്നത്. ഇവൻ എങ്ങനെയാ തളയ്ക്കുന്നത്? അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 817. മിസൈൽ വിട്ടെന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോടാ. ബുൾമാൻ പക വീട്ടുന്നത് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. സൺ സിറ്റിയിൽ ആരും തന്നെ കളിക്കരുത്. ആരെങ്കിലും എതിർത്താൽ പിന്നെ അവന്റെ കാര്യം പോക്കാ. കീക്കോ, ബഡി, ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ ഫോർമുലാസും തീർന്നു പോകും. അവന്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്. മിസൈല് പോലും വർക്കാവുന്നില്ല. അവനെ നിലയ്ക്ക് നിർത്താൻ നമുക്കൊരു പുതിയ ഫോർമുല റെഡിയാക്കണം സൂപ്പർ സ്പീഡോ. അതേത് തരം ഫോർമുലയാണ് കീക്കോ? കൊമ്പ് കൊണ്ടുള്ള കളി കൊമ്പ് കൊണ്ട് തന്നെ തീർക്കണം. രണ്ട് ബുള്ള് തമ്മിൽ പോരാടിയാൽ എങ്ങനെയുണ്ടാവും? ഫോർമുല നമ്പർ 417. എനിക്ക് മനസ്സിലായി കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 417. ഈ ഗോൾ പോസ്റ്റ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇപ്പൊ തന്നെ അത് തകർത്തേക്കാം. ശെടാ, ബുൾമാൻ ഒരുപക്ഷെ തന്റെ കൊമ്പുകൊണ്ട് ആ കുട്ടികളെ അറ്റാക്ക് ചെയ്താലോ? സൺ സിറ്റിയിലെ കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഈ സൂപ്പർ സ്പീഡോ സമ്മതിക്കില്ല കീക്കോ. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. നിങ്ങളാണ് ഈ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭ്രാന്ത് പിടിച്ച ബുൾമാൻ കാരണം ഇവരുടെ നില എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അല്ല മേയറങ്കിൾ, ബുൾമാൻ മനഃപൂർവ്വമാണ് കുട്ടികളെ വേദനിപ്പിക്കാതെ പോയത്. അവൻ ഗോൾ പോസ്റ്റ് ടാർഗറ്റ് ചെയ്താണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ഇവിടെ കുട്ടികളെ കണ്ടപ്പോൾ അവൻ നിന്നുപോയി. ഒരു ബുള്ളാണ് ഇത് ചെയ്തതെങ്കിൽ അതിനെന്തോ ഇഷ്ടക്കേടുണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷെ ബുള്ളിനകത്തൊരു മനുഷ്യരിരുന്ന് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ജഡ്പെഡ് സാർ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, മിസൈൽ കൊണ്ടുപോലും ബുൾമാനെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ നമ്മൾ ഈ ടെന്നീസ് നെറ്റ് വെച്ച് എങ്ങനെ പിടിക്കും? ചട്പൺ, ഞാൻ പറയുന്നത് കേക്കോ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ നെറ്റല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക കീക്കോ. ചട്പട്ട് അങ്കിൾ,
ഇത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ പില്ലേഴ്സ് പോലും അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇത് ഇടിച്ചു തകർക്കാനൊന്നും ആർക്കും പറ്റില്ല. മോനെ, നിനക്ക് ഈ കാര്യത്തിൽ ഉറപ്പാണല്ലോ? ബുൾമാന്റെ കൊമ്പിതിൽ കൊടുങ്ങുമെന്നുള്ളത് ഉറപ്പാണല്ലോ? അതെ അങ്കിൾ, ഞങ്ങൾ ഫുൾ റിസർച്ച് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്പീഡോ, സൂപ്പർ സ്പീഡോയുടെ മെമ്മറിയിൽ ബുൾമാന്റെ കൊമ്പിന്റെ എക്സാക്ട് സൈസ് ഉണ്ട്. അവൻ ഈ നെറ്റ് പൊട്ടിക്കാനായി കൊമ്പുകൊണ്ട് കുത്തുമ്പോൾ ആദ്യം ഈ നെറ്റിന്റെ വയർ എക്സ്പാൻഡ് ആകും. അപ്പോൾ അവന്റെ കൊമ്പുകൾ മൊത്തമായി അകത്തേക്ക് ചെല്ലും. സൂപ്പർ സ്പീഡോ അവന്റെ കൊമ്പ് വെച്ച് തന്നെ കളിക്കാൻ തുടങ്ങും. ഞാൻ ഉടനെ ബുള്ളിനകത്ത് ചെന്ന് ബുൾമാനെ പിടിക്കാൻ ശ്രമിക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. സൂപ്പർ പ്ലാനിങ്. ഒരുപക്ഷെ അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ? ബുൾ തീർച്ചയായിട്ടും ഇവിടെ വരും. ഞാൻ മേയർ അങ്കിളിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയ ടെന്നീസ് കോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതായി പറഞ്ഞിട്ടുണ്ട്. ടെന്നീസ് കോർട്ടോ? അപ്പോഴേ പറഞ്ഞതല്ലേ സൺ സിറ്റിയിൽ ഒരു കളിയും നടക്കില്ലെന്ന്. ആരെങ്കിലും എതിർത്താൽ അവന്റെ കാര്യം പോക്കാ. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പം ബുൾമാനെ തടയേണ്ട കാര്യമില്ല. അവനെ നെറ്റിന്റെ നേർക്ക് കൊണ്ടുവരണം. മനസ്സിലായോ ബഡി? മനസ്സിലായി കീക്കോ. Bullman is very strong. Everything he does is so wrong. He is causing too much trouble. Let's go, Kiko, break his bubble. Kiko, this is so not right. Don't you worry, I'm by your side. Zip zap, he'll be gone. Kiko, let's go break his horn. He's breaking the whole playground. Let's go, Kiko, take him down. മതി മതി സൂപ്പർ സ്പീഡോ, നമ്മൾ ഈ ഏറ്റുമുട്ടലിൽ ജയിക്കേണ്ട കാര്യമില്ല. തോറ്റു പിന്മാറണം. എന്റെ പ്ലാൻ ഓർമ്മയുണ്ടല്ലോ? സോറി ബഡി, ഞാനൊരല്പം ഇമോഷണൽ ആയി പോയി. സൂപ്പർ സ്പീഡോ, ബുൾമാനെ ഒരു അല്പം കൂടി ബിസിയാക്കി മാറ്റ്. ഞാൻ ബുൾമാൻ ആണ്. സ്പെഷ്യൽ ട്രെയിനിങ്ങിന് ശേഷം എന്റെ ഈ തല പോലും ബുള്ളിനെ പോലെ സ്ട്രോങ് ആണ്.
താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. കേക്കോ നീ കളക്കി കളഞ്ഞു. വൺ വേർഡിൽ പറയണമെങ്കിൽ ഓസം. ഓസം എന്ന് പറഞ്ഞ പോലെ ഓർത്തത്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? Ding dong, ding dong, ding dong, ding. Let's go, Kiko, do our thing. So many people, but just one thief. This case is gonna get a little deep. Jenny, Raju, a baddie biker. We will save the charity money. We're right here. Huh? Yeah, yeah. Super Speedo will dance, throw his wheels around. He will win the first prize and take the thief down. വാവ്, ഈ വർഷം സൺസിറ്റിയിൽ നടക്കുന്ന മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷൻ അടിപൊളിയായിരിക്കും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എല്ലാ ഡാൻസേഴ്സും അവരുടെ മെഷീൻസ്, അതായത് വണ്ടികളുടെ കൂടെ വന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അതെ, കലക്കി മറിക്കാന്നേ. കളിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ എന്റെ ചോക്ലേറ്റ് കഴിച്ചോട്ടെ. പക്ഷെ ഇത് നമുക്ക് 2 മടങ്ങ് രസകരമായ കാര്യമാണ്. അതായത് കീക്കോ, നീ പിന്നെ സൂപ്പർ സ്പീഡോയും ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഡബിളിന്റെ ഡബിൾ രസമായിരിക്കും. കാരണം കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ ജോഡി എപ്പോഴും ബെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും സക്സസ് ആണ്. വൺ വേർഡിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്. ഞാൻ സൂപ്പർ സ്പീഡോയെ യൂസ് ചെയ്യുന്നത് ക്രൈം തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കോമ്പറ്റീഷനിൽ ജയിക്കാൻ ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യില്ല. സൺസിറ്റിയുടെ മേയറായ ഞാൻ നിങ്ങൾ എല്ലാവരെയും സൺസിറ്റിയുടെ മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യവും പറയാനുണ്ട്. ഈ കോമ്പറ്റീഷൻ മുഖേന നമ്മൾ കളക്ട് ചെയ്യുന്ന കാശ് ഉപയോഗിച്ച് നമ്മൾ രോഗികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് നൽകാൻ പോവുകയാണ്. എന്റെ ദൈവമേ, ഇതിന് ഇത്രയ്ക്ക് പൈസയോ? ഇപ്രാവശ്യം ഒരുപാട് പൈസ കളക്ട് ആയിട്ടുണ്ടല്ലോ. ചാരിറ്റിക്ക് ഇത് ഒരുപാട് പ്രയോജനകരമായിരിക്കും. എല്ലാരും കൈയടിക്കുന്നതൊന്ന് നിർത്തൂ. കാരണം കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾ നിർത്താതെ കൈയടിക്കേണ്ടി വരും. കുറച്ചു സമയത്തിനുള്ളിൽ മാൻ ആൻഡ് മെഷീൻ ഡാൻസ് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. കണ്ടസ്റ്റൻസ് വെവ്വേറെ സിറ്റികളിൽ നിന്നും വന്നിരിക്കുകയാണ്. അവർ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടികളോടൊപ്പമാണ് അവർ ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഈ കോമ്പറ്റീഷനിൽ എന്റെ കൂടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ടെമ്പോ അണ്ണയാണ്. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ ജോഡിയാണ് ജെനി ആൻഡ് പൂപ്പു. അവർ തന്റെ സൂപ്പർ കാറിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ജോഡി തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് രാജു റംഗീല. ഞാനാണ് രാജു രംഗീല, ഓട്ടോ ഡ്രൈവർ. ഓട്ടോറിക്ഷ ഞാൻ പമ്പരം പോലെ കറക്കുന്നതായിരിക്കും.
കോമ്പറ്റീഷൻ അത്ര ഈസി ആണെന്ന് തോന്നുന്നില്ല. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആണ് ഈഷ്, ബാഡി ബൈപ്പർ, പിന്നെ സൂപ്പർ ബൈക്ക്. എന്തൊരു എൻട്രി ആയിരുന്നു അവന്റെ. എന്റെ വയറ്റിന്റെ അകത്ത് ആകാരം എൻട്രി ആവേണ്ട സമയമായി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഈഷ്, കലക്കി. ഇപ്പൊ നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് വരാൻ പോവുകയാണ്. അവരാണ് ലല്ലു ബല്ലു. അവർ തന്റെ ട്രാക്കർ ആൻഡ് ട്രോളിയുടെ കൂടെയാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. ആഹാ. എല്ലാരും അടിപൊളി ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് ടോണി, പിന്നെ റോൾ നമ്പർ 420, പിന്നെ അവരുടെ സ്കേറ്റ് ബോർഡ്സ്. Come on, boss. Stretching ചെയ്ത് കാണിക്ക്. അതെ ബോസ്, ഫുൾ ആയിട്ട് സ്ട്രെച്ചിങ് ചെയ്ത് കാണിക്കേ. ബോസിന്റെ എല്ലെല്ലാം ഒടിഞ്ഞെന്നാ തോന്നുന്നേ. കാരണം ടോണി ബോസ് പൊടി പൊടിക്കുന്ന തോന്നിയത്. ടോണിയോട് കളിച്ചാലുണ്ടല്ലോ. ഈഷ്, നമ്മുടെ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് ഇക്ക, ദുഃഖ, ദിക്ക. ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട്. സോ ഈ ഡാൻസ് കോമ്പറ്റീഷൻ അല്പസമയത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. അതുവരെ നിങ്ങൾ എല്ലാവരും ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തോളൂ. നീ എന്താ വിചാരിക്കുന്നത് ഡോഡോ? ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അവൻ തന്നെ ജയിക്കും. നോക്കിക്കോ, അവൻ കലക്കി മറിക്കും. ഞാൻ പറഞ്ഞത് ഐസ്ക്രീമിന്റെ കാര്യമല്ല, ഡാൻസ് കോമ്പറ്റീഷന്റെ കാര്യമാ പറഞ്ഞത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ കയ്യിലുള്ള സാധനത്തെ കുറിച്ച് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. കോമ്പറ്റീഷൻ ഒരൽപ്പം ടഫ് ആണെന്ന് തോന്നുന്നത്. ലെറ്റ്സ് സീ, ആരാ വിജയിക്കുന്നത് നമുക്ക് നോക്കാം. അയ്യോ സാറേ, കഴിക്കുന്ന ചോക്ലേറ്റിൽ മധുരവും പുളിപ്പും ഉണ്ടെങ്കിൽ അതിനെ ചട്ട്പട്ടെന്ന് പറയും. മോഷ്ടിക്കുന്നതിന് മുമ്പ് ആക്ഷൻ എടുത്താൽ അവരെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടെന്ന് പറയും. സാർ, എന്തൊരു പഞ്ച് ഡയലോഗ് ഇത്. ഗുഡ് മോർണിംഗ് ചട്ട്പട്ട് അങ്കിൾ. ഗുഡ് മോർണിംഗ് കേക്കോ. അടിപിടി കൂടി അട്ടഹസിക്കുന്ന ചിലർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവരെടുത്തിട്ട് അമ്മാനെ മാടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നേ സൺസിറ്റി മാൻ മിഷൻ ഡാൻസ് കോമ്പറ്റീഷനിൽ നിന്ന് ചാരിറ്റിക്കായി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് ആരോ അടിച്ചു മാറ്റാൻ വരുന്നുണ്ട്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? സാറിന് ഇത് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഈ സ്റ്റേജിന്റെയും സൺസിറ്റിയുടെ മാപ്പ്, ബോംബ്, ഗ്ലൗസ്, കയറ്, പിന്നെ ഈ മണി ബോക്സിന്റെ ഫോട്ടോ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അപകടം പിടിച്ച പണിയാണ് അവര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം. എന്ന് വെച്ചാൽ ചാരിറ്റിയുടെ പൈസ അടിച്ചു മാറ്റാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, പറ്റില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു പ്രാവശ്യം ഞാൻ ലൂഡോ എന്ന് പറഞ്ഞൊരു കള്ളനെ പിടിച്ചു. വളരെ ദൂരെയുള്ള ഒരു പ്ലാനറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചു. ഇന്നെല്ലാവരും ആ പ്ലാനറ്റിനെയാണ് പ്ലൂട്ടോ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്കിൾ, സത്യമാണോ? ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ സമൂസ മഴ പെയ്യട്ടെ.
അപ്പൊ നിങ്ങൾ വീണ്ടും പറഞ്ഞത് കള്ളാണല്ലേ? എത്രയും പെട്ടെന്ന് ഈ കോമ്പറ്റീഷൻ നമ്മൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കോമ്പറ്റീഷൻ ഇങ്ങനെ പെട്ടെന്ന് നടുക്കുവച്ച് നിർത്തിക്കളഞ്ഞ ഫാൻസിനോട് നമ്മൾ എന്തോ ഉത്തരം പറയും? ഈഷ്, അതും ശരിയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയ്ക്ക് നമ്മൾ ആര് സംശയിക്കും? കള്ളൻ ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഒന്നും ആവശ്യമില്ല മേയർ അങ്കിൾ. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഗ്രീൻ റൂമിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് കള്ളനും പാർട്ടിസിപ്പൻസിൽ ഒരാൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഡാൻസർ ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് എല്ലാ ഡാൻസേഴ്സിനെയും അറസ്റ്റ് ചെയ്തേക്കാം. വേണ്ട അങ്കിൾ, ഒരു ഡാൻസറിനെ പിടിക്കാനായി എല്ലാ ഡാൻസേഴ്സിനെയും അറസ്റ്റ് ചെയ്യുന്നത് അതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോങ് ആണ്. ഈഷ്, എന്നാ പിന്നെ ചാരിറ്റിയുടെ കാശ് മൊത്തം വിട്ടുകൊടുക്കാനാണോ പറയുന്നത്? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അങ്കിൾ അത് നെവർ. നമുക്കൊരു പ്രശ്നവും വരില്ല. കാരണം റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റാനായി നമ്മുടെ കൂടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, കീക്കോയും സൂപ്പർ സ്പീഡോയും ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കട്ടെ. ഡാൻസേഴ്സിനെ വാച്ച് ചെയ്താൽ മതിയല്ലോ. ആശടിച്ചു മാറ്റാതെ സംരക്ഷിക്കുകയും ചെയ്യാം. എന്താ കീക്കോ? ഐഡിയ കൊള്ളാം. റോങ്ങിനെ റൈറ്റ് ആക്കാൻ വേണ്ടി ഞാനിപ്പോ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റുമെന്ന് തോന്നുന്നല്ലോ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ. ഉലങ്ങായി നിൽക്കുന്നവർ സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, സ്പീഡോ ഇതാ എത്തിക്കഴിഞ്ഞു. കുട്ടിക്കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണമോ? ഹൗ കാൻ ഐ ഹെൽപ് യു? വേഗം എന്നോട് പറയൂ. സൂപ്പർ സ്പീഡോ, ഇന്ന് സൺസിറ്റിയുടെ മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷനിൽ ക്യാഷ് അടിച്ചു മാറ്റാൻ പോവാ. അതുകൊണ്ട് നമ്മളും ആ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ആ കള്ളനെ നമുക്ക് ട്രാക്ക് ചെയ്തൊന്ന് പിടിക്കണം. ഓ വാവ്, സൂപ്പർ സ്പീഡോ, മ്യൂസിക്കും ഡാൻസുമായിട്ട് നമുക്കിന്ന് അടിച്ചു പൊളിച്ചേക്കാം. കള്ളനെയും പിടിക്കാം. ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ മേടിക്കുകയും ചെയ്യാം. ഞാൻ ചെന്ന ഡാൻസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഭൂമി, കാശ് അടിച്ചു മാറ്റാതെ ഒന്ന് രക്ഷിക്കണേ. എന്നാൽ ശരി, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഒരു ചെറിയ ചേഞ്ചോട് കൂടി ഡാൻസ് കോമ്പറ്റീഷന്റെ ആദ്യത്തെ റൗണ്ട് നമുക്ക് തുടങ്ങാം. ആരാണ് ഈ റൗണ്ടിൽ ജയിക്കുന്നത് അവരടുത്ത റൗണ്ടായ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ അങ്കിൾ, ഒരു കാര്യം പറയോ? ചേഞ്ച് എന്തോ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. ആ ചേഞ്ച് എന്താണെന്ന് വെച്ചാ സൺസിറ്റിയുടെ ഭാഗമായി കീക്കോ തന്റെ സൂപ്പർ സ്പീഡോ കാറുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോ തന്റെ ടാലന്റ് കാണിക്കുവാൻ ഇത് എത്തിക്കഴിഞ്ഞു ഡാഡി ബൈക്കർ. എനിക്ക് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു അത് ഇവൻ തന്നെ ആയിരിക്കുമെന്ന്. ജൂനിയർ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. വട്ടം കിടക്കുന്ന ഈ ബൈക്ക് മാൻ ഉണ്ടല്ലോ, അവനായിരിക്കും ഈ കാശ് അടിക്കാൻ നോക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ അവൻ ഇതുവരെ ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും ഇതിൽ ഞാൻ എഴുതിയേക്കാം. ടെമ്പോ അണ്ണ, ഇപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ. ബട്ടൺ പ്രസ് ചെയ്യേ, എന്നിട്ട് റിസൾട്ട് പറയൂ. ടെമ്പോ അണ്ണ എന്ത് ചെയ്താലും എന്റെ ഒരു സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നത്. റിസൾട്ടും ഞാൻ എന്റെ സ്റ്റൈലിൽ പറയും. അടുത്തതായി ഇപ്പോൾ വരാൻ പോകുന്നത് രാജു രംഗീല. രാജു രംഗീല ഓട്ടോക്കാരന്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും ഞെട്ടിക്കാൻ പോവുകയാണ്. ഈ ഒരൊറ്റാണി കൊണ്ട് ഞാൻ അവന്റെ കളി അവസാനിപ്പിക്കുന്നതാണ്.
ഞാനിവിടെ വന്നത് എന്റെ ടാലന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനം ദാ തലയും കുത്തി താഴെ വീണ് ദേ കിടക്കുന്നു. വളരെ ഷാർപ്പായിട്ട് ശ്രദ്ധിക്കണം. നോട്ട് ചെയ്ത് വെച്ചോ ജൂനിയർ. 2 കള്ളന്മാരുണ്ട് ഇവിടെ. ഒറ്റയടിക്ക് കാശ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ ട്രാക്ടറും ട്രോളിയും കൊണ്ടുവന്നിരിക്കുന്നത്. അവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലക്കി സാർ, നിങ്ങളുടെ കണ്ടുപിടുത്തം സൂപ്പറാ. ഇപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പാവം, ഈ കുട്ടികളോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഇവന്മാരൊന്നും കള്ളന്മാരാകാൻ ചാൻസസ് ഇല്ല. വാവ്, കാലക്കി സാർ, ഞാൻ ഈ പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പറയൂ ചട്പട്ട് അങ്കിൾ, നിങ്ങൾക്ക് ആരെങ്കിലും കൂടുതൽ സംശയമുണ്ടോ? ഒറ്റപ്പാതിരേക്ക് മുങ്ങിയെ പോലെ കണ്ണും തുറന്നു വെച്ച് ഇരയെ തേടുന്നവനാണ് ഈ ചട്പട്ട്, മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ട്രാക്ടറും ട്രോളിയും വെച്ചേക്കുന്ന ലല്ലുവിനോടും ബല്ലുവിനോടുമാണ്. പുള്ളിക്കൊരു ഡൗട്ട്, ആ സൈക്കിളിലെ ചെക്കൻ ഇന്നസെന്റ് ആണ്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. തന്റെ ടാലന്റ് കാണിക്കാൻ ഇതാ കളമിറങ്ങാൻ പോകുന്നു നമ്മുടെ പ്രിയങ്കരനായ കീക്കോയും സൂപ്പർ സ്പീഡോയും. Ding dong, ding dong, ding. Let's go, Kiko, do our thing. So many people, but just one thief. This case is gonna get a little deep. Jenny, Raju, a baddie biker. We will save the charity money. We're right here. Huh? Yeah, yeah. Super Speedo will dance, throw his wheels around. He will win the first prize and take the thief down. ഈ പെർഫോമൻസിനെ കുറിച്ച് 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ വാവ്. വാവ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഓരോ പെർഫോമൻസും നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി, കൊള്ളാം, നല്ല രസമുണ്ട്. തങ്കക്കൂടത്തിന് ചാന്ത് പൊട്ട് വെച്ചതുപോലെയുണ്ട്. കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ പറയാൻ വന്ന കാര്യം, പലരും ഇവിടുന്ന് ഔട്ടായി പോയി. ഇപ്പൊ നമ്മളെടുത്തുള്ളത് 4 ഫൈനലിസ്റ്റ് മാത്രമാണ്. അവരെല്ലാവരും ഫൈനൽ റൗണ്ടായ അടുത്ത റൗണ്ടിൽ ഒരേ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളാണ് ഇക്ക ദുഃഖ ദിക്ക. കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് അവന്മാരങ്ങ് പോകുകയും കൊള്ളാം സാർ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. അതും ഞാൻ എന്റെ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവര് 3 പേരും ഇന്നസെന്റ് ആണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്തേക്കാം സാർ. സൂപ്പർ സ്പീഡോ, അവരടിച്ചുകൊണ്ട് പോയ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇത് നമ്മുടെ സൺസിറ്റിയിലെ കുട്ടികളുടെ ഫ്യൂച്ചറിന്റെ കാര്യമാണ്. അവരിതിൽ ഏത് ടണൽ വഴിയായിരിക്കും പോയത്? അക്കുത്തിക്കുത്താന വരുന്നു. അത് വേണ്ട സൂപ്പർ സ്പീഡോ, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് ഫോർമുല നമ്പർ 48 യൂസ് ചെയ്യാം. അതാണ് ശരി. ഫോർമുല നമ്പർ 48 ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. കള്ളൻ ഏത് വഴിക്കാ പോയതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടോ കീക്കോ, റൈറ്റ് സൈഡിലുള്ള ഈ ടണലിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർ ഈ വഴിയിലൂടെ ആയിരിക്കും എസ്കേപ്പ് ആയത്. നീ പറഞ്ഞതാ ശരി. നമുക്ക് ഉടനെ തന്നെ ഉമ്മാരെ ഫോളോ ചെയ്യാം. ഓക്കേ ബാഡി. അതിനാണ് പറയുന്നത്, ഡാൻസ് കളിച്ച് അവസാനം ക്യാഷും കൊണ്ട് നമ്മൾ എസ്കേപ്പ് ആയി.
നമ്മളെ അവിടെ വെച്ച് തന്നെ തളക്കാൻ ശ്രമിച്ചവനാണിവൻ. ഇതാ വീണ്ടും നമ്മളെ പിടികൂടാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അവൻ. നീ ഒരു കാര്യം ചെയ്യ്, സഡൻ ബ്രേക്ക് അടിക്ക്. അവൻ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കാർ പപ്പടം പോലെ പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഈ കാശടിച്ചു മാറ്റി വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്ത തെറ്റ് തിരുത്തി മാറ്റൂ. എന്താ പറഞ്ഞത്? നീ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. മര്യാദയ്ക്ക് മാറി നിൽക്കടാ കൊച്ചനെ, അല്ലെങ്കിൽ നിന്റെ കഥ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഞാൻ അവസാനമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ആ കാശ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തേക്ക്. ഞങ്ങളും അവസാനമായിട്ട് പറയാണ്, കാശ് തിരിച്ചു തരുന്ന പ്രശ്നമില്ല. ഞങ്ങൾ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒടിഞ്ഞു വീഴാൻ പോകുന്നത് നിന്റെ എല്ലുകളായിരിക്കും. രണ്ടിലൊന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും കീക്കോ? എന്റെ സൂപ്പർ മിസൈൽ അയച്ച് അവരെ തകർക്കട്ടെ? വേണ്ട, മിസൈൽ അയച്ചാൽ ആ കാശും നാശമായി പോവും. ആ കാശ് നമുക്ക് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 27 അപ്ലൈ ചെയ്യേ. ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്തേക്കാം ഫോർമുല നമ്പർ 27. മഴ കൊണ്ട് ആ തീ ഇപ്പോൾ അണച്ചു തരാം. പക്ഷേ ഇനി എത്ര സമയം നമ്മൾ അവന്മാരെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കാശ് വളരെ സേഫ് ആയിട്ട് എടുത്ത് മാറ്റാൻ കാശ് വെച്ചിരിക്കുന്ന ആ ട്രോളി നമുക്ക് ട്രക്കിൽ നിന്നും വേർപെടുത്തണം. അത് ചെയ്യണമെങ്കിൽ ഞാൻ ആ ട്രോളിയിൽ കയറിയേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു തന്ത്രം ചെയ്യാം. നിന്നെ ഞാൻ ആ ട്രക്കിൽ കൊണ്ടുപോയി എത്തിക്കാം. നീ ട്രക്ക് ഓടിക്ക്. ദുഃഖ ബോസിന് മെസ്സേജ് അയച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറയേ. അതിനുള്ളിൽ ഞാൻ ചെന്ന കിക്കോയെ ചട്നിയാക്കിയേക്കാം. നിക്കടവിടെ. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിടുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം എന്നെ ഒന്ന് പിടിച്ചു കാണിക്ക്. എന്ത് പറ്റി ചേട്ടാ, തളർന്നു പോയോ? ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടാവും. എന്നാ ദാ പിടിച്ചോ, എന്റെ സ്ട്രോങ് കിക്ക് തന്നേക്കാം. ഏതായാലും നീ ലിവർ ഓപ്പൺ ചെയ്തത് നന്നായി. ഞങ്ങൾ ഇത് വിട്ടേച്ചു പോകുന്നില്ല. ഞങ്ങൾ ഇതും കൊണ്ട് അങ്ങ് പറക്കും. ഇനി നിന്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല മോനെ. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്ബോട്ട്. ഞാൻ കള്ളന്മാരെ ഫടാഫറ്റ് പിടിക്കുന്നവരാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 62. ഓക്കെ ബഡി കീക്കോ, 62 ഉടനെ അപ്ലൈ ചെയ്യാം. കാശും ഞാൻ വളരെ സേഫായി ലാൻഡ് ചെയ്യാം. കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോയ കാശ് കീക്കോ ഇത് വളരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊള്ളാം. ഈ സന്തോഷത്തിന് കൂടെ വേറൊരു സന്തോഷവുമുണ്ട്. എല്ലാവരും ചേർന്ന് നിന്നെയും സൂപ്പർ സ്പീഡോയെയും ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുകയാണ്.